കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ വിലയേറിയ ആത്മീക ചിന്തകളും പാഠങ്ങളും പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ആത്മീക ചിന്തയിലേക്കാണ് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ വളരെയധികം പ്രാധാന്യം നേടിയിട്ടുള്ള മറ്റ് എല്ലാ അപ്പോസ്തലന്മാരെക്കാളും കൂടുതൽ ദൈവം ഉപയോഗിച്ചതായ ഒരു അപ്പോസ്തലനായിരുന്നു പൗലൂസ് എന്ന അപ്പോസ്തലൻ. പൗലോസാണ് പുതിയ നിയമത്തിലുള്ള ധാരാളം ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. താൻ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. പുതിയ നിയമത്തിലുള്ള ആത്മീക വെളിപ്പാടുകളുടെ എല്ലാം ഓഥർ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ അതിൻ്റെ 2 അധ്യായം 20 വാക്യത്തിൽ പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക ചിന്തയെക്കുറിച്ചാണ്. ദൈവം അനുവദിച്ചാൽ ഈ ഒരു ചിന്തകൾ നമ്മൾ അടുത്ത ദിവസവും തുടരുന്നതാണ്. നമുക്ക് ആ വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 2 അധ്യായം 20 വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ മുന്നോട്ടായിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അതായിരിക്കണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. താൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട അവസ്ഥയാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവസ്ഥ. ക്രിസ്തുവിനോടുകൂടിയുള്ള ക്രൂശീകരണം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്? യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചുവെന്നും റോമൻ പടയാളികൾ ആ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്തുവെന്നും നമുക്കറിയാം. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തിന് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? ഗെത്സമന തോട്ടത്തിൽ വെച്ച് തൻ്റെ പിതാവായ ദൈവത്തോട് യേശു വളരെ ഹൃദയഭാരത്തോട് അപേക്ഷിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പക്ഷേ പിതാവായ ദൈവം അതിന് മറുപടി കൊടുത്തില്ല. സൈലന്റ് ആയിരുന്നു പ്രതികരണം. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പുത്രനായ യേശു സമർപ്പിച്ചു കൊടുത്തു. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ഉദ്ദേശമായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. ദൂതൻ വന്ന് മറിയോട് പറഞ്ഞില്ലേ, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. രക്ഷകൻ എന്ന അർത്ഥമുള്ള ആ നാമം യേശു എന്ന പേര്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു എന്തിനാണ് വന്നത്? യേശു വന്നത് മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പാപങ്ങളിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നത് പഴയ നിയമകാലത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനം വിടുവിക്കപ്പെട്ടത് ഒരു കുഞ്ഞാടിൻ്റെ അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താലായിരുന്നു. പാപത്തിൻ്റെ ബന്ധനത്തിൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫറവോന്യ ബന്ധനത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുവാൻ ദൈവം ഒരു വിടുതലിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്തപ്പോൾ തൻ്റെ ജനത്തോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഓരോ കുടുംബത്തിലും ഊനമില്ലാത്തതായ ഒരു കുഞ്ഞാടിനെ എടുത്ത് അതിനെ അറുക്കണം, അതിൻ്റെ രക്തം കട്ടൽക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി നിങ്ങൾ ആ മാംസത്തോടുകൂടെ അന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ ഭക്ഷിക്കണമെന്ന് ദൈവം പറയുകയുണ്ടായി. അതുപോലെ ദൈവത്തിൻ്റെ ജനം ചെയ്തപ്പോൾ ആ രക്തം മൂലമുള്ള വിടുതൽ അവർ അനുഭവിച്ചു. അന്ന് ആ രാത്രിയിൽ ഏതാണ്ട് 450 വർഷങ്ങൾ പഴക്കമുള്ള ഈജിപ്ഷ്യൻ പ്രവാസത്തിൽ നിന്നും മിസ്രയീമി അടിമത്തത്തിൽ നിന്നും ആ ജനം വിടുവിക്കപ്പെട്ട് അവർ പുറപ്പെട്ടു പോന്നു. ഇതാണ് ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലമുള്ള ജനത്തിൻ്റെ വിടുതലിൻ്റെ നിഴലായി സംഭവിച്ച ചരിത്രത്തിലെ സംഭവം.
ഇനി ഇതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പൊരുൾ സംഭവിക്കുന്നത് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോഴാണ്. അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അന്ന് ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയായിരുന്നെങ്കിൽ, ഇന്ന് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്, അഥവാ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിലേറിയത് നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയായിരുന്നു. ആ ഒരു സത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആ ക്രൂശീകരണത്തിൽ, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പൗലോസ് മാത്രമല്ല ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തുവിനോടുകൂടെ. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ആ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് വിശ്വാസത്താൽ നേടേണ്ട ഒരു കാര്യമാണ്. അതായത് മരണം, എന്ത് മരണം? പാപത്തിന്റെ ശമ്പളമായ ആ മരണം, അതിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ്. നമ്മളത് വിശ്വസിക്കുമ്പോൾ മാത്രമേ ആ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീരത്തുള്ളൂ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുന്നു. അതായത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നു. റോമർ 6-ൽ പറയുന്നത് സ്നാനത്തെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അഥവാ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അടയാളമായി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തെ നമ്മൾ പ്രകടമാക്കുന്നത് സ്നാനത്തിലൂടെയാണ്. അപ്പോൾ ആ സ്നാനത്തിലൂടെ നാം ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, ഇതിനോട് നമ്മൾ ഏകീഭവിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സ്നാനപ്പെട്ടതായ പൗലോസ് തൻ വ്യക്തതയോടുകൂടെ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്രൂശിൽ ഞാൻ അവിടെ ജീവനോടിരിക്കുകയല്ല, മറിച്ച് അവനോടുകൂടെ ഞാൻ മരിച്ച അനുഭവത്തിൽ ആയിരിക്കുന്നു. അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ ഇന്ന് ഈ വചനഭാഗം ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തിൽ നമ്മളും ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മരണമാണ് യേശു നിങ്ങൾക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ ചെയ്തെടുത്തത്. കാരണം ദൈവത്തിന് ആവശ്യം, മിസ്രൈമിൽ ആ ജനം ഊനമില്ലാത്ത കുഞ്ഞാടിനെ അറുത്തെങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഊനമില്ലാത്ത പാപരഹിതനായ ഒരു വ്യക്തി വേണമായിരുന്നു യാഗമായി തീരുവാൻ. അതേ, നമ്മൾ ഒരു യാഗമായി തീർന്നാൽ അത് ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമാകുകയില്ല. മറിച്ച് നമുക്ക് വേണ്ടി ഊനമില്ലാത്തതായ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് 33 തിരുവയസ്സ് ജീവിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യൻ്റെ മുമ്പാകെയും യാതൊരു പാപവുമില്ലാതെ ജീവിച്ചതായ കർത്താവ് യേശുക്രിസ്തു ഊനമില്ലാത്ത യഥാർത്ഥ യാഗമായി ക്രൂശിൽ അവൻ തറയ്ക്കപ്പെട്ടു. അത് എൻ്റെയും നിങ്ങളുടെയും സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് നാം ഈ ഒരു സത്യം മനസ്സിലാക്കണം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കാണ് ആ ഒരു ക്രൂശീകരണത്തിലുള്ള പങ്കാളിത്തത്തെ നിങ്ങൾക്ക് ബോധ്യമായി തീരുവാൻ കഴിയുന്നത്. ഞാൻ ഈ വേദഭാഗം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുമ്പോൾ ഞാൻ ആ സ്ഥാനത്തുണ്ടായിരുന്നു. കാരണം ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സന്ദർഭമുണ്ട്. കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ, അതേ ആ സ്നാനത്തിലൂടെ നിങ്ങൾ ആ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളും ആ ക്രൂശിൽ ഉണ്ട് എന്നുള്ളതായ ആ ഒരു ഉത്തമ ബോധ്യം നമുക്ക് ലഭിക്കും. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ആത്മീയമായ കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെന്ന് അറിയുന്നു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ ഹൃദയത്തിൽ നീ ഓർത്താണ് ആ ഒരു ത്യാഗം അങ്ങ് ചെയ്തത്. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ രക്ഷണീയ പദ്ധതിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അനുവദിച്ചാൽ ഈ ഒരു സന്ദേശത്തിൻ്റെ തുടർമാനമായുള്ള ആത്മീയ ചിന്തകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അത് ശ്രദ്ധിക്കുവാൻ വളരെ ഉത്സാഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അടുത്ത ദിവസങ്ങൾ നമുക്കായിരിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.